നമുക്കറിയാലോ, പല പക്ഷികളും പല രീതിയിലാണ് കൂട് കൂട്ടുന്നത്. മരപ്പത്തിലൊക്കെ കൂട് കൂട്ടുന്ന പക്ഷികളുണ്ട്. സാധാരണയായിട്ടുള്ള പക്ഷികളൊക്കെ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ട് മരത്തിലൊക്കെ കൂട് കൂട്ടാറുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കായിട്ട് കൂടുണ്ടാക്കുന്ന ആറ്റക്കുരുവി അല്ലെങ്കിൽ തൂക്കണാങ്കുരുവി എന്ന് പറയുന്ന ഒരു പക്ഷിയെക്കുറിച്ചാണ്. ഹലോ ഒരുവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പറയാൻ വരുന്നത് തൂക്കണാങ്കുരുവിയെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും തൂക്കണാങ്കുരുവി അല്ലെങ്കിൽ ആറ്റക്കുരുവി. നമ്മുടെ നാട്ടിലുള്ള പനയുടെയും അല്ലെങ്കിൽ ഓലയുടെ അറ്റത്തെ തുഞ്ചത്ത് ഇങ്ങനെ കൂടുണ്ടാക്കി വെക്കുന്നൊരു പക്ഷിയാണ് ഈ തൂക്കണാങ്കുരുവി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. എന്ന് വീവർ ബേർഡ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. നമുക്ക് ഇന്ത്യയിൽ 4 സ്പീഷീസ് ഉണ്ട് വീവർ ബേർഡ്സ്. ലോകത്താകമാനം ഏകദേശം 120-ലധികം സ്പീഷീസ് വീവർ ബേർഡ്സ് ഉണ്ട്. അതിൽ തന്നെ 100-ലധികം ആഫ്രിക്കയിലാണുള്ളത്. ഇന്ത്യയിലുള്ള നമുക്ക് 4 സ്പീഷീസ് ഉള്ളത്. ഒന്ന് സ്ട്രീക്ഡ് വീവർ എന്ന് പറയും, ബ്ലാക്ക് ബ്രസ്റ്റഡ് വീവർ, ഫിൻസ് വീവർ, പിന്നെ ബയ വീവർ. ഇങ്ങനെ 4 സ്പീഷീസാണ് ഉള്ളത്. ഇതിൽ തന്നെ കേരളത്തിൽ 2 സ്പീഷീസ് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ബയ വീവർ എന്ന് പറയുന്ന ആറ്റക്കുരുവിയും പിന്നെ സ്ട്രീക്ഡ് വീവർ എന്ന് പറയുന്ന കായലാറ്റ എന്ന് പറഞ്ഞൊരു സ്പീഷീസാണ്. അത് സാധാരണയായിട്ട് വലിയ കായലിൻ്റെയൊക്കെ അടുത്തുള്ള വലിയ പുൽക്കുടങ്ങളിലടുത്താണ് സാധാരണ കായലാറ്റയൊക്കെ കാണുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പക്ഷി എന്ന് പറയുന്നത് ബയ വീവർ അല്ലെങ്കിൽ ആറ്റക്കുരുവിയെക്കുറിച്ചാണ്. ഇത് കേരളത്തിൽ ഉടനീളം സാധാരണമാണ്. പ്രത്യേകിച്ച് വലിയ പാടങ്ങളുടെ നെൽപ്പാടങ്ങളുടെ അടുത്തൊക്കെ വളരെ സാധാരണമായിട്ട് നമുക്ക് ഈ ആറ്റക്കുരുവിയെ കാണാൻ പറ്റും. ആറ്റക്കുരുവികൾ സാധാരണ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. നെഞ്ചത്തും പുറകത്തും നല്ല മഞ്ഞ നിറം കാണും. ഈ മുഖത്ത് നല്ല ഇളം ബ്രൗൺ കളറിലോ അല്ല ബ്ലാക്ക് കളറിലോ ഒക്കെ കാണും. ചിറകിലൊക്കെ ചെറിയ കാപ്പി കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള കളറ് കാണാൻ പറ്റും. പെൺപക്ഷികൾ സാധാരണ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ദേഹത്തൊക്കെ ചെറിയ വരകളുമൊക്കെ കാണാൻ പറ്റും. സാധാരണ ഇവയെ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള നെൽപ്പാടങ്ങളും കണ്ടങ്ങളുടെ പാടങ്ങളിലൊക്കെ അടുത്തൊക്കെയാണ് ഇവയെ കൂട്ടമായിട്ട് കാണാൻ പറ്റുന്നത്. ഇവർ മെയിനായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളൊക്കെയാണ്. പലതരത്തിലുള്ള ധാന്യങ്ങളും ഈ പുല്ലിൻ്റെ വിത്തുകളും ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. എന്നാൽ ഇവർ കൂട് കൂട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാണികളെയും മറ്റ് ചെറിയ ചെറിയ ജീവികളെയൊക്കെ പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആറ്റക്കുരുവികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട് നിർമ്മാണമാണ്. ഈ കൂടുകൾ അവർ നിർമ്മിക്കുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവരുടെ കൂട് നിർമ്മാണം. ഈ ആറ്റക്കുരുവികൾ ആൺകുരുവികളാണ് സാധാരണയായിട്ട് കൂടുണ്ടാക്കുന്നത് സാധാരണ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഒരു പനയോ അല്ലെങ്കിൽ തെങ്ങോ ചില സമയത്തൊക്കെ വെള്ളത്തിന് തൊട്ടടുത്തുള്ള ഈ മുള്ളൊക്കെ നിറഞ്ഞ ചെടികളൊക്കെയാണ് ഇവർ സാധാരണയായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ മാസം സത്പുര നാഷണൽ പാർക്കിൽ പോയപ്പോഴത്തേക്കിന് കുറേ ആറ്റക്കുരുവികൾ ഒരു ചെറിയൊരു സ്ട്രീമിൻ്റെ മേളിൽ കൂട് കൂട്ടുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ കുറേയേറെ നല്ല വീഡിയോസും ഒക്കെ ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അപ്പം ആൺകുരുവികളാണ് ഏതെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ കൂടുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവർ മാത്രമേ കൂടുണ്ടാക്കുകയുള്ളൂ. ആൺപക്ഷികൾ പെൺപക്ഷികൾ കൂടുണ്ടാക്കാറില്ല. അവർ കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂൺ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പച്ച പുല്ലുകളുള്ളത്. ഉണക്കപ്പുല്ലിട്ട് അവർ കൂടുണ്ടാക്കാറില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുല്ലുകൾ കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പുല്ലിൻ്റെ ഇങ്ങനെ നീളത്തിലുള്ളൊരു പുല്ല് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ഈ പുല്ല് 4-5 പീസുകളായിട്ട് കീറിയിട്ട് നീളത്തിലാക്കിയിട്ട് ആ പുല്ലാണ് കൊണ്ടുവരുന്നത്. ഓർത്ത് നോക്കി, ഒരു പ്രാവശ്യം പോയിട്ട് ചെറിയൊരു പുല്ലിൻ്റെ പീസ് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് കെട്ടുന്നതിൽ എളുപ്പം ഒരു പ്രാവശ്യം പോയിട്ട് ഈ ഒരു പുല്ല് കട്ട് ചെയ്തിട്ട് ആ പുല്ല് അവിടെ വെച്ച് തന്നെ 3-4-5 പീസാക്കിയിട്ട് നീളത്തിൽ കീറിയിട്ട് ആ ഒരു സ്ട്രിങ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവർ കൂടുണ്ടാക്കി തുടങ്ങുന്നത്. ഈ കൂടുണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് കുറേയേറെ ആൺപക്ഷികൾ അവിടെ കാണും. ചില സമയത്ത് 50-100 ഒക്കെ ഉള്ള വളരെ വലിയ കൂട്ടമായിട്ടാണ് ഇവർ കൂടുണ്ടാക്കി തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു കാഴ്ച കാണാൻ പറ്റിയ സത്പുരയിൽ കഴിഞ്ഞ മാസം പോയപ്പോഴത്തേക്കിന് അവിടെ ചെറിയൊരു സ്ട്രീമുണ്ട്. ചെറിയൊരു നദി ഒഴുകുന്നതിൻ്റെ തൊട്ട് മേളിൽ വെള്ളത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഇവർ കൂട് കൂട്ടുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് കുറേ എണ്ണത്തിനെ കാണാൻ പറ്റി. അപ്പം ആൺപക്ഷികൾ അവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ കൂടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പെൺപക്ഷികളൊക്കെ എന്താ ചെയ്യുന്നത്, അവർ ദൂരെ നിന്ന് മാറി നോക്കുകയുള്ളൂ. അവർ ഈ പൊന്തക്കാട്ടിലും ചെറിയ ബുഷിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിന്നിങ്ങനെ ആൺപക്ഷികളെ ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും ഇവന്മാർ എങ്ങനെയാണ് കൂടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ കൂട് ഒരു പകുതി പൂർത്തിയാകുന്ന ഒരു സമയമുണ്ട്. പകുതി പൂർത്തിയാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽമെറ്റഡ് സ്റ്റേജ് എന്ന് പറയും. നമ്മൾ തലയിൽ ഹെൽമെറ്റ് വെക്കത്തില്ല, ഹെൽമെറ്റ് ഇങ്ങനെ ഒരു കമ്പ് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ എങ്ങനെ ഇരിക്കും ആ സ്റ്റേജ് വരുമ്പോഴത്തേക്കിന് ആ ഹെൽമെറ്റ് സ്റ്റേജ് ഇങ്ങനെ വന്ന് നടുക്കിരിക്കാനായിട്ട് ഒരു സ്ഥലം കാണും. ആ സ്ഥലം പൂർത്തിയാക്കുമ്പോഴാണ് സാധാരണ പെൺപക്ഷികളൊക്കെ ഒരുമിച്ച് കൂട്ടമായിട്ട് വന്നിട്ട് ഈ കൂടുകളൊക്കെ ഒരുമിച്ച് ചെക്ക് ചെയ്യുന്നത്. അപ്പം അതൊരു വല്ലാത്ത കാഴ്ചയാണ് കാണേണ്ടത്. കാരണം പെൺപക്ഷികൾ ഒരുമിച്ച് കൂട്ടമായിട്ട് പറന്നു വരും. ഓരോ കൂട്ടിലും ചെന്നിരുന്നിട്ടുണ്ട്. അകത്ത് കയറി നോക്കുമ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ പുല്ലൊക്കെ പറിച്ചൊക്കെ നോക്കും, ഇപ്പം നന്നായിട്ടാണോ ചെയ്തേക്കുന്നതൊക്കെ. അപ്പം ആൺപക്ഷി അതിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ടായിരിക്കും. അതിന് ബഹളം വെക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഒരുപക്ഷെ പാട്ട് പാടിക്കുകയായിരിക്കും, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫിമെയിൽ ഈ കൂട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ കുറേ സമയത്തൊക്കെ പല കൂടുകളൊന്നും ഫിമെയിൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പം കുറേ നോക്കി അടുത്ത ഫിമെയിൽ വന്നു അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കൂട് സാധാരണയായിട്ട് മെയിൽ അങ്ങ് അബാൻഡൺ ചെയ്യും. പക്ഷേ
ഈ ഫിമെയിലിന് ഈ കൂട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഹെൽമെറ്റ് സ്റ്റേജ് ഉണ്ട്. ഹെൽമെറ്റ് സ്റ്റേജ് 2 ഹോളുണ്ട് 2 സൈഡിലും. അപ്പോൾ ഒരു ഹോള് ഇവർ അടയ്ക്കും. ഈ ഒരു ഹോൾ അടച്ച് അതിൻ്റെ അകത്താണ് ഈ പെൺപക്ഷിക്ക് മുട്ടയിടാൻ പറ്റുന്നത്. മറ്റേ ഹോളിൻ്റെ അവിടുന്ന് അവർ നീളത്തിൽ ഇങ്ങനെ താഴോട്ട് ഒരു ലോങ് ആയിട്ടുള്ള എൻട്രൻസ് ഉണ്ടാക്കും. അതിൻ്റെ അകത്തൂടെ ആൺപക്ഷിക്കും പെൺപക്ഷിക്കും ഒക്കെ അകത്ത് കയറി പോകാൻ പറ്റും. കാരണം വേറെ പ്രെഡേറ്റേഴ്സ് ഒന്നും അകത്ത് കയറി കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കാതിരിക്കാനും മുട്ടയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോങ് ആയിട്ടൊരു എൻട്രൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ളത്, ഇവർ ഈ പുല്ല് കൊണ്ടുവരുന്നിട്ടില്ല. പല രീതിയിലാണ് ഇവർ ഈ പുല്ലിങ്ങനെ കെട്ടുന്നത്. നമുക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ചൂണ്ടയിടാൻ മീൻ പിടിക്കാൻ പോകുന്ന പലരും ഉണ്ട്. അവർ ഈ ചൂണ്ട കൊളുത്തേൽ ഇങ്ങനെ നൂല് കെട്ടുന്നത് പലരും പല വീഡിയോയിലും കാണാം. ഇങ്ങനെ കെട്ടാൻ പറ്റും, അങ്ങനെ കെട്ടാൻ പറ്റും, ഇങ്ങനെ കുറേ നേരം ജസ്റ്റ് വലിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ഈ പലതരത്തിലുള്ള വീവർ ബേർഡിൻ്റെ സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും ഇവർ പല രീതിയിൽ ഇങ്ങനെ പുല്ല് കൊണ്ടുവന്നിട്ട് പല രീതിയിൽ ഇവരിങ്ങനെ കെട്ടിവെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏകദേശം ഇവർക്കൊരു 1000 പുല്ലിൻ്റെ ഗ്രാസ് ബ്ലേഡ്സ് എങ്കിലും വേണം ഒരു കൂട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബയോ വീവേഴ്സിന്. അപ്പോൾ ഈ ഫിമെയിൽ മെയിലിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടൊക്കെ പൂർത്തീകരിക്കും. ഫിമെയിൽ പോയി മുട്ടയിടും. മെയിലും ഹെൽപ്പൊക്കെ ചെയ്യും. ഈ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനും ഫിമെയിലിനെ നോക്കാനും ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്യും. ഇങ്ങനെ ഈ ഫീമെയിൽ ആ നെസ്റ്റിൽ ഇങ്ങനെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഈ മെയിൽ വേറെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മെയിൽ വേറെ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ നെസ്റ്റ് ഉണ്ടാക്കും. ആ നെസ്റ്റ് സാധാരണ ഹെൽമെറ്റ് സ്റ്റേജ് ഒക്കെ ആകുന്ന സമയത്ത് അവർ അവിടെ ഇരുന്ന് ആടുകയും അവരിരുന്ന് പാടുകയൊക്കെ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഈ മെയിൽ പോയിട്ട് വേറെ നെസ്റ്റ് ഉണ്ടാക്കുന്നത് അവിടെ മെയിലിന് വേണ്ടി മാത്രം ഇരിക്കാനും ഫിമെയിലിനെ നോക്കാനും വേണ്ടിയിട്ട് ഒരു നെസ്റ്റ് ഉണ്ടാക്കുന്നതാണ് പണ്ടൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഈ മെയിൽ പോയിട്ട് വേറെ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത ഫിമെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം വേറെ ഫിമെയിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും ആ നെസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ 5ഉം 6ഉം ഫിമെയിലൊക്കെ ഉള്ള മെയിലുകളെ പല സയൻറ്റിസ്റ്റുകളും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഫിമെയിലിന് ഒരു നെസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് മെയിലിന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അടുത്ത നെസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് അടുത്ത ഫിമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പക്ഷികൾ വേറെ കൂടുകൾ ഉണ്ടാക്കുന്നത്. ഈ ആൺപക്ഷികൾ സാധാരണ ഒരു ഹെൽമെറ്റ് സ്റ്റേജ് ഒക്കെ പൂർത്തീകരിക്കുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ മറ്റേ നെസ്റ്റ് പൂർത്തീകരിക്കുന്ന സമയത്ത് അടുത്തുള്ള ആൺപക്ഷികളൊക്കെ ചില മോഷണങ്ങൾ നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്ന സമയത്ത് അപ്പുറം നല്ല നല്ല പുല്ലുകൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ആൺപക്ഷി അടുത്തില്ലാത്ത സമയത്ത് അവർ പോയിട്ട് അതിൻ്റെ അകത്ത്, ആ കൂടിൻ്റെ അകത്തുനിന്ന് പുല്ല് ഈ ഗ്രാസ് ബ്ലേഡ് പറിച്ച് മാറ്റിയിട്ട് അവർ സ്വന്തമായിട്ടും അവരുടെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അവരുടെ കൂടെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് ചെറിയൊരു മോഷണമാണ് അവർ ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, ആ ആൺപക്ഷി അവിടെ ഇല്ല, അപ്പം അവനെങ്ങോ പോയിരിക്കുന്ന സമയത്ത് ഇവരുടെ പുല്ലെടുക്കുന്നത്. അതുപോലെ ഞങ്ങൾ വേറെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുള്ള, വേറെ പക്ഷികളും വന്നും ഈ കൂടിൻ്റെ അകത്തുനിന്ന് ഇവരുടെ പുല്ലൊക്കെ മോഷ്ടിച്ചോട്ട് പോകാറുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കിനും 2 സിൽവർ ബില്ല് വന്നിട്ട് ഒരു കൂടിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതെന്താ ഈ കൂടിൻ്റെ അകത്ത് കാണിക്കുന്നത്? അപ്പം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇവർ ആ കൂടിൻ്റെ അകത്തുനിന്ന് ചെറിയ പുല്ലുകളൊക്കെ പറിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സിൽവർ ബില്ലൂടെ, അങ്ങനെ ആ പേര് തന്നെ വന്നിട്ട് ഈ കൂടിൻ്റെ അകത്തുനിന്ന് ഇവർ പുല്ലിങ്ങനെ മോഷ്ടിച്ചോട്ട് പോകുന്നത് കണ്ടു. അതുപോലെ തന്നെ റെഡ് വെൻറ്റഡ് ബുൾബുൾസും വേറെ പക്ഷികളൊക്കെ വന്നിട്ട് ഈസി അല്ലേ അവർക്ക്, ഈ പുല്ലൊക്കെ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ആ പുല്ലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കൂടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറൊരു കാര്യം ഞങ്ങൾ ഒബ്സർവ് ചെയ്തത്, ചിലപ്പോഴൊക്കെ ഈ തൂക്കണാങ്കുരുവികളൊക്കെ ലൈൻ കമ്പി, ഇലക്ട്രിക് ലൈനിലൊക്കെ കൂട് തൂക്കിയിടാറുണ്ട്. അപ്പം കുറച്ചേറെ പൊക്കത്തിലാണ് ഈ കൂട് കൂട്ടുന്നത്. അപ്പോൾ ഇവർ കൂട് കൂട്ടുന്ന സമയത്ത് ഈ പുല്ല് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ 1-2 പുല്ലൊക്കെ താഴോട്ട് ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ വളരെ വേഗത്തിൽ പറക്കുന്ന ഒരു പക്ഷിയുണ്ട്, ലിറ്റിൽ സ്വിഫ്റ്റ് എന്ന് പറയും. ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അത് സാധാരണ കൂട് കൂട്ടുന്ന ഏതെങ്കിലും മലയുടെ സൈഡിലോ അല്ലെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഈ മഡൊക്കെ കളക്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ചെറിയ കൂടുണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് വെക്കാനായിട്ട് അവർക്ക് ചെറിയ ഗ്രാസും ഫെതേഴ്സും ഒക്കെ വേണം. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്കിന് ഈ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഗ്രാസ് ബ്ലേഡ് ഇങ്ങനെ താട്ട് വീഴുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ ലിറ്റിൽ സ്വിഫ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് പറന്ന് വന്നിട്ട് ഈ ഗ്രാസ് ബ്ലേഡ് താഴോട്ട് വീഴുന്നതിന് മുമ്പ് ഇവരത് കളക്ട് ചെയ്തിട്ട് ഇവരുടെ കൂട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് അതൊരു വളരെ നല്ല ഒബ്സർവേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇത്രയൊക്കെയാണെങ്കിലും ഇതിന് കുറേയേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്. സാധാരണ ഒരു 50-100 കൂടുകളുള്ള സമയത്ത് ഏകദേശം ഒരു 10% മാത്രം കൂടുകളേ ഉള്ളൂ സർവൈവ് ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ അകത്തൂടെ തന്നെ തെറിച്ച് താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ പ്രശ്നം. പിന്നെ പാമ്പുകൾ, ഓപ്പൺ സ്ഥലത്തല്ലേ ഇവരിങ്ങനെ കൂട് കൂട്ടിയേക്കുന്നത്. അപ്പോൾ പാമ്പുകൾക്കെല്ലാം കാണാനും പറ്റും, നല്ല സൗണ്ടാണ്. അപ്പോൾ പാമ്പുകൾ വന്നിട്ട് ഇതിൻ്റെ കൂടിൻ്റെ അകത്ത് കയറി കുഞ്ഞുങ്ങളെ എടുക്കാറുണ്ട്. എലികളും ഈ തൂക്കണാങ്കുരുവിയുടെ ഒക്കെ കൂട് കയ്യേറാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ലോങ് ടൈൽ ട്രീ മൗസ്, മരത്തിലൊക്കെ താമസിക്കുന്ന ഒരു എലിയുണ്ട്. അത് ഈ കൂടിൻ്റെ അകത്ത് കയറിയിട്ട് മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ എലി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നതൊക്കെ കുറേ പേര് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും വളരെ സങ്കടകരമായ കുറേ കാഴ്ചകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ചില സമയത്തൊക്കെ ഈ ഒരു നെസ്റ്റ് തൂക്കണാങ്കുരുവിയുടെ കൂടെ അവിടെ ഉണ്ട്, അതിൻ്റെ അകത്ത് ഫീമെയിലുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ഫീമെയിൽ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ അടുത്തുള്ള മെയിൽസൊക്കെ വന്നിട്ട് അവർക്ക് ദേഷ്യമാണ് ഇങ്ങനെ ഒരു കൂടുള്ളത്, അവർ ആ കൂട് മേളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് വീഴും. ചില സമയത്ത് ഈ കൂടിൻ്റെ അകത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആയിട്ടിരിക്കുന്ന ആ കുഞ്ഞും
തള്ളയും എല്ലാം കൂടെ കൂട്ടി അവർ കൂട് അതുപോലെ കടിച്ച് താഴിട്ടിട്ട്, ആ മെയിൽ അടുത്തില്ലാത്ത സമയത്ത് കൂട് കടിച്ച് താഴെയിട്ടിട്ട് ആ കൂടും കുഞ്ഞുങ്ങളും താഴെ വീണ് ഇങ്ങനെ ചത്തുപോകാറുണ്ട്. ഇങ്ങനെ പലതരം പ്രിഡേറ്റേഴ്സിനെ അതിജീവിച്ച് വേണം ഈ തൂക്കണാങ്കുരുവിക്ക് സർവൈവ് ആകാൻ. അതാണ് ഞാൻ പറഞ്ഞത്, 100 കൂടുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു 10% മാത്രം, അല്ലെങ്കിൽ ഒരു 10 കൂടുകളിലെ കുഞ്ഞുങ്ങൾ മാത്രമേ വെളി വരികയുള്ളൂ സർവൈവ് ആയിട്ട്. ഈ ആറ്റക്കുരുവിയുടെ കൂടിനെ കുറിച്ച് കുറേ സയൻറ്റിസ്റ്റുകൾ പഠനം നടത്തിയിട്ടുണ്ട്. ഈ ഫിമെയിൽ എങ്ങനെയാണ് ഈ നെസ്റ്റ് ചൂസ് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറേ പ്രാവശ്യം ഇവർ ഒബ്സർവ് ചെയ്ത് ചില സമയത്തൊക്കെ ഒരു നെസ്റ്റിലോട്ട് 6, 7 അല്ലെ 8, 10 ഒക്കെ ഫിമെയിൽ ഒരുമിച്ച് പോയിട്ട് ആ നെസ്റ്റ് ചെക്ക് ചെയ്യുന്നു, ആ മെയിലിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഫിമെയിലുകൾ തമ്മിൽ അടിയാണ് ആ മെയിലിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊരു സംശയം, നെസ്റ്റാണോ ഇമ്പോർട്ടൻറ്റ് അതോ ഇവിടെ എവിടെയാണ് ഈ നെസ്റ്റ് വെച്ചേക്കുന്നതാണോ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പെൺപക്ഷികൾ വിസിറ്റ് ചെയ്യുന്ന ചെക്ക് ചെയ്ത ആ നെസ്റ്റ് ഉണ്ടല്ലോ, അവരത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. അതേസമയം അധികം പെൺപക്ഷികൾ പോകാത്ത ആ നെസ്റ്റ് എടുത്തിട്ട് കൂടുതൽ പെൺപക്ഷികൾ പോയി ചെക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അവരത് അറ്റാച്ച് ചെയ്ത് വെച്ച്. അപ്പം ഒരു കാര്യം ഒബ്സർവ് ചെയ്തത്, പിറ്റേ ദിവസം മുതൽ പെൺപക്ഷികൾ കൂടുതൽ എവിടെ പോകുന്നത്, ആ കൂടുതൽ പ്രാവശ്യം ഒബ്സർവ് ചെയ്ത സ്ഥലത്ത്. ആക്ച്വലി ഇതിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ താഴെയുള്ള നെസ്റ്റുകൾ അവർ ചൂസ് ചെയ്യാറില്ല. മരത്തിൻ്റെ ഒരു മിഡ് ലെവലിലോ അല്ലെങ്കിൽ ഏറ്റവും പൊക്കത്തിലുള്ള നെസ്റ്റുകളാണ് ഫിമെയിൽസ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പഠനം ഉണ്ടായിട്ടുണ്ട്. ഈ ആറ്റക്കുരുവിയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 4 സ്പീഷീസ് ഉണ്ട്. സ്ട്രീക്ഡ് വീവർ, ബയാ വീവർ, ബ്ലാക്ക് ബ്രസ്റ്റഡ് വീവർ, ഫിൻസ് വീവർ. ഈ 4 എണ്ണത്തിൽ 2 സ്പീഷീസ് മരത്തിൻ്റെ മണ്ടയ്ക്കാണ് കൂട് കൂട്ടുന്നത്, ഈ ഫിൻസ് വീവറും ബയാ വീവറും. ബാക്കി 2 സ്പീഷീസ് ഈ ബ്ലാക്ക് ബ്രസ്റ്റഡ് വീവറും സ്ട്രീക്ക് വീവറും ഈ നമ്മുടെ പാടത്തിനടുത്തുള്ള അല്ലെങ്കിൽ വലിയ ലേക്കുകളുടെയൊക്കെ അടുത്തുള്ള പുൽക്കൂട്ടങ്ങളുടെ അകത്താണ് ഇവർ പുല്ലുകളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ കൂട് കൂട്ടുന്നത്. അതിനകത്ത് വേറെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ബ്രസ്റ്റഡ് വീവർ എന്നൊരു പക്ഷിയുണ്ട്. അത് തമിഴ്നാട്ടിൽ ഇവർക്ക് കൂട് കൂട്ടിയപ്പോഴത്തേക്കിന് കുറേ സയൻറ്റിസ്റ്റുകൾ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കിന് ഇവർ കൂട് കൂട്ടുന്ന സമയത്ത് ഇവർ കുറേയേറെ ഫ്ലവേഴ്സ്, ഇപ്പം മഞ്ഞ കളറിലുള്ള കുറേയേറെ ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കൂടിൻ്റെ അകത്ത് വെച്ചിട്ട് കൂടൊക്കെ ഡെക്കറേറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ബ്ലാക്ക് ബ്രസ്റ്റഡ് വീവറിൻ്റെ ഒരു വളരെ യൂണീക്കായിട്ടുള്ളൊരു കാര്യമായിട്ട് അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് 120-ലധികം ഈ വീവർ ബേർഡ്സ് ഉള്ളതും പലതും പല രീതിയിലാണ് കൂട് കൂട്ടുന്നത്. ഒരു വിധപ്പെട്ട എല്ലാം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്ന നെസ്റ്റുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു നെസ്റ്റ് ഉണ്ട്. അത് ആഫ്രിക്കയിൽ കാണുന്ന സോഷ്യൽ വീവർ എന്ന് പറഞ്ഞൊരു പക്ഷിയുടെ നെസ്റ്റാണ്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയുടെ കൂടുള്ളത് ഈ സോഷ്യൽ വീവറിനാണ്. ഏകദേശം 1000 കിലോയോളം വെയിറ്റ് വരും. 1000 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു കൂടാണ് അതിനുള്ളത്. ആ ഒരു കൂട്ടിൽ തന്നെ 300 മുതൽ 500 വരെ പക്ഷികളെ കാണാൻ സാധ്യതയുണ്ട്. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. പഴയ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം ഒരുമിച്ച് അവർ ജീവിക്കാറുണ്ട്. ഒരുപക്ഷെ 10-100 വർഷത്തിൽ കൂടുതലായിട്ടുള്ള വലുപ്പമുള്ള നെസ്റ്റുകളൊക്കെയാണ് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. വളരെ ജനറേഷൻ ചിലപ്പം ഇപ്പം ഒരു ഫാമിലി അവിടെ ഉണ്ട്, ആ ഫാമിലി കഴിഞ്ഞ അടുത്ത കുഞ്ഞുങ്ങളെ, അതിൻ്റെ അടുത്ത കുഞ്ഞുങ്ങളെ, അതിൻ്റെ അടുത്ത കുഞ്ഞുങ്ങളെ, ഇങ്ങനെ പല ജനറേഷൻ വെച്ചിട്ട് കൂടുകൾ അവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുള്ളൂ. ഈ സോഷ്യൽ വീവർ ബേർഡ്സൊക്കെ ഈ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇത്രയും വലിയ കൂടുണ്ടാക്കുന്ന സമയത്ത് 1000 കിലോ വരെ ഉണ്ടാകും. ചില സമയത്തൊക്കെ ഈ മരം മൊത്തമായിട്ട് ഒടിഞ്ഞ് താഴെ വീഴാറുണ്ട്. നമ്മൾ ഇന്ത്യയിൽ 4 സ്പീഷീസ് വീവർ ബേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 4 വീവർ ബേർഡ്സിലും എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഫിൻസ് വീവർ എന്ന് പറഞ്ഞ പക്ഷിയാണ്. അത് ഹിമാലയത്തിൻ്റെ ഫുട്ഹിൽസിലൊക്കെയാണ് സാധാരണ കാണുന്നത്. വളരെ അപൂർവമാണ്, അത്യപൂർവം എന്ന് തന്നെ വേണം പറയാം ഫിൻസ് വീവർ ബേർഡ്സ്. അതിൻ്റെ നമ്പർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് പക്ഷിയായിരിക്കും ഈ ഫിൻസ് വീവർ ബേർഡ്. പല ബേർഡേഴ്സും വളരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ് ഫിൻസ് വീവർ ബേർഡും. ഇതൊക്കെയായിരുന്നു ആറ്റക്കുരുവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൻപുറത്തോ വീടിനടുത്തോ ആ സ്ഥലമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നമുക്കറിയാമല്ലോ കേരളത്തിൽ എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള വിവരം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.